ഒരു മഹാഗുരുവിൻ്റെ അടുത്തിരുന്ന് ശിക്ഷണം ഏറ്റുവാങ്ങുമ്പോൾ ഒരു ഗുരുവിലിരിക്കുന്ന വെളിച്ചം അതേപോലെ തന്നെ ഒരു ശിഷ്യനിൽ പ്രകാശിച്ചെന്ന് വരാം. എന്നാൽ ആ വെളിച്ചം ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഗുരുവിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുറവുണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ച്യുതിയുണ്ടാകുന്നില്ല. അത് 1000 ശിഷ്യന്മാരുടെ ഉള്ളിൽ അത് പ്രകാശത്തെ ജ്വലിപ്പിച്ചാലും ഗുരുവിൻ്റെ ഉള്ളിലെ ജ്ഞാനത്തിന് ച്യുതിയുണ്ടാകുന്നില്ല. പൂർണ്ണം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണം മാത്രം അവശേഷിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരർത്ഥമാണത് ഉള്ളത്. എൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമുണ്ട് എന്ന് കരുതുക. ആ സ്നേഹം ഒരാളെ സ്നേഹിക്കുന്നു, വേറൊരാളെ സ്നേഹിക്കുന്നു, 10 പേരെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം കുറഞ്ഞു പോകുമോ? ഗുണപരമായ തലത്തിൽ നമ്മൾ ജീവിതത്തെ വികസിപ്പിച്ചെടുക്കുമ്പോൾ അതിൽ ച്യുതിയില്ലാത്ത ഒരു തലം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ തലത്തിൽ എന്തെടുക്കുമ്പോഴും അത് അതേപോലെ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. ശാരീരിക തലത്തിലും മാനസിക തലത്തിലും എന്തെടുത്താലും അതിൽ കുറവ് വരുന്നുണ്ട്. ഒന്നാമതായി നമ്മളുടെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ, ഗണിതശാസ്ത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു 100 തക്കാളി നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് 50 തക്കാളി എടുത്തു കഴിഞ്ഞാൽ 50 തക്കാളിയാണ് അവശേഷിക്കുകയുള്ളൂ. എന്നാൽ ഒരുവൻ്റെ ഉള്ളിലെ നിറഞ്ഞ സ്നേഹത്തിൽ നിന്ന് 1000 പേർക്ക് സ്നേഹം പകർന്നു കൊടുത്താലും ആ സ്നേഹം അതേപോലെ അവശേഷിക്കുമെന്നുള്ളതാണ്. ജ്ഞാനിയായിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് 1000 ശിഷ്യന്മാർ വന്നിട്ട് ശിക്ഷണം ഏറ്റുവാങ്ങിപ്പോയാലും ആ ഗുരുവിൻ്റെ ഉള്ളിലെ അറിവിനൊരു ച്യുതിയും ഉണ്ടായിരിക്കുകയില്ല. ഒരു മെഴുകുതിരിയുടെ ദീപത്തിൽ നിന്ന് വേറെ അനേകം മെഴുകുതിരികൾ കത്തിക്കാൻ കഴിയുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയാണത്. അപ്പോൾ പൂർണ്ണത്തെ സംബന്ധിച്ച ജീവിതത്തിലെ പല തലങ്ങളും നമ്മൾ ജീവിക്കാറില്ല. നമ്മൾക്ക് അറിയുന്നത് കണക്കുകളുടെ ലോകമാണ്. നിത്യജീവിതത്തിൽ നാം ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ, അച്ഛൻ മകനെ സ്നേഹിക്കുമ്പോൾ, മകൻ അച്ഛനെ സ്നേഹിക്കുമ്പോൾ, അമ്മ മകളെ സ്നേഹിക്കുമ്പോൾ, മകൾ അമ്മയെ സ്നേഹിക്കുമ്പോൾ ഒക്കെ അവരുടെ ഉള്ളിലൊരു കണക്ക് കൂട്ടലുണ്ട്. ഞാൻ ഇത്ര സ്നേഹം അവന് കൊടുത്തു, ഇത്ര സ്നേഹം അവൾക്ക് കൊടുത്തു, അതേപോലെ സ്നേഹം എനിക്ക് തിരിച്ചു തരണമെന്ന് വളരെ ഗണിച്ച് കണക്ക് കൂട്ടി പകർന്നു നൽകുന്ന ആധുനിക സമൂഹത്തിൽ ഈ പൂർണ്ണത്തെ സംബന്ധിച്ചുള്ള ധാരണ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൂർണ്ണത്തെ സാക്ഷാത്കരിച്ച ഒരാൾക്ക് ജീവിതം വളരെ അനായാസമായിരിക്കും. കൊടുക്കും തോറും വർദ്ധിച്ചു വരുന്ന ഒരു പൂർണ്ണതയാണത്. കൊടുക്കും തോറും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അക്ഷയമായിരിക്കുന്നൊരു ഖനിയാണത്. ധനത്തിൻ്റെ കാര്യമായാലും, ധനം നാം പൂർണ്ണതയുള്ളതാണെന്നറിയുകയാണെങ്കിലോ ആ ധനം എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കും. ധനം ഞാൻ കൊടുക്കുമ്പോൾ എന്നിൽ നിന്ന് കുറഞ്ഞു പോകുമെന്ന് കരുതുകയാണെങ്കിലോ അതെന്നും കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ മന്ത്രം നമുക്ക് ഒരുപാട് തലങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈശ്വരീയമായൊരു തലത്തിലേക്ക് നമ്മളുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കില്ല. ഒരു കാര്യത്തിലും പിശുക്ക് കാണിക്കുന്ന ഒരാളായിരിക്കില്ല. കൊടുക്കുന്ന കാര്യത്തിലും അതുപോലെ എടുക്കുന്ന കാര്യത്തിലും. എടുക്കുന്നത് നമ്മളുടെ ആവശ്യത്തിന് മാത്രമാണ്. പക്ഷേ ആവശ്യത്തിൽ കൂടുതലൊന്നും നമ്മൾ കൈവശം വയ്ക്കുകയില്ല. അത് കൊടുക്കാൻ നമ്മൾ സന്നദ്ധനാണ്. അപ്പോൾ ഈ പൂർണ്ണതയിലുള്ള ഈ ശ്രദ്ധ, അത് ഈശ്വരനിലുള്ള ശ്രദ്ധയാണ്, ഈശ്വരനിലുള്ള ഭക്തിയാണ്. ഈശ്വരൻ പൂർണ്ണമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ഈശ്വരൻ അപൂർണനല്ല എന്ന് ബോധ്യപ്പെടണം. ആ ഈശ്വരനും ഞാനും തമ്മിലുള്ള ബന്ധം അത് പൂർണ്ണമായൊരു ബന്ധമാണ്. ഞാനും പൂർണ്ണനാണ്. ഈശ്വരനെ പോലെ തന്നെ ഞാനും പൂർണ്ണനാണ്. എൻ്റെ പൂർണ്ണത ഈശ്വരനിൽ പ്രതിഷ്ഠിതമാണ്. ഈശ്വരനിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന പൂർണ്ണത എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അന്തർമുഖമായിട്ട് ഞാൻ അന്വേഷിക്കുമ്പോഴാണ്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ജീവിതം വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നത്. ഈ പൂർണ്ണതയെക്കുറിച്ച് വ്യാപ്തിയുള്ള ഒരർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ടേർഷ്യം ഓർഗാനം എന്ന ഒരു പുസ്തകം ഔസ്പെൻസ്കി എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുണ്ട്. ടേർഷ്യം ഓർഗാനം.
ആ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പൂർണ്ണത്തെക്കുറിച്ച് പറയുന്നത് ഈ ഹയർ മാത്തമാറ്റിക്സിൻ്റെ തലമാണ്. ഹയർ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ മാത്തമാറ്റിക്സിൽ, ഗണനയിൽ, ഗണിതത്തിൽ 4-ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 2 ബാക്കി എന്നുള്ളതാണ്. സാധാരണ ഗണിതം അങ്ങനെയാണ്. പക്ഷെ ഹയർ മാത്തമാറ്റിക്സിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ 4-ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 5 ബാക്കിയുണ്ടാകും. അതെങ്ങനെയാണെന്ന് ചോദിക്കാൻ പാടില്ല. യേശുക്രിസ്തു 5 അപ്പം 5000 പേർക്ക് പങ്കുവച്ചതുപോലെ ആ ഒരു ഉപമ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയുകയില്ല. ജീസസ് ക്രൈസ്റ്റ് 5 അപ്പം 5000 പേർക്ക് പങ്കുവച്ചു എന്ന് പറയുന്നത് ഈ ഗണിതത്തിൽ വരുന്ന ഹയർ മാത്തമാറ്റിക്സിൽ വരുന്നതാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിലും ഹയർ മാത്തമാറ്റിക്സിലേക്ക്, ഉയർന്ന ഗണിതത്തിലേക്ക് നമുക്ക് ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയുകയാണെങ്കിലോ കൊടുക്കൽ വാങ്ങലുകളുടെ തലത്തിലുള്ള നമ്മളുടെ കാൽക്കുലേഷനുകളെല്ലാം പൊട്ടിപ്പോകും. നമ്മുടെ കാൽക്കുലേഷൻ മാറിപ്പോകുക. നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് വർദ്ധിച്ചു വരുന്നു. എവിടെ നിന്നാണ് വരുന്നതെന്നറിയില്ല. എത്രയോ വർഷങ്ങളായി ഗോമുഖിൽ നിന്ന് ഗംഗ ഉറവ് പൊട്ടി ഒഴുകി കടലിൽ ചേരുന്നു. ഗോമുഖിൽ എന്തെങ്കിലും ആ ജലത്തിൻ്റെ സ്രോതസ് അവസാനിച്ചു പോയിട്ടുണ്ടോ? അത് നിരന്തരമായി ഉറന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ജീവിതത്തിൻ്റെയും സൗരഭ്യം എപ്പോഴും നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഈ പൂർണ്ണതയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ജീവിതം പൂർണ്ണമാണ്. ജീവിതത്തിൽ നിന്ന് എന്ത് എടുത്തു മാറ്റിയാലും അത് പൂർണ്ണമായി തന്നെ അവശേഷിക്കും. അപൂർണമായിട്ടൊന്നും തന്നെ ഇവിടെയില്ല. എവിടെയെങ്കിലും അപൂർണത ഞാൻ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനം കൊണ്ടാണ് മനുഷ്യൻ പലരിലും അപൂർണത കാണാൻ ശ്രമിക്കുന്നത് തന്നെ. അപ്പോൾ പല ആളുകളിലും നമ്മൾ അപൂർണത കാണാനായിട്ട് ശ്രമിക്കുന്നു. ഈ ലോകത്ത് എല്ലാ ആളുകളിലും നമ്മൾ അപൂർണത കാണാൻ ശ്രമിക്കുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നിൽ തന്നെ ഞാൻ പൂർണ്ണത കണ്ടെത്താത്തത് കൊണ്ടാണ് വേറൊരാളിൽ അപൂർണത ഞാൻ കണ്ടെത്തുന്നത്.